എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടെങ്കിലും. രാജേട്ടാ, കോടതി പിരിഞ്ഞതോടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കൃഷ്ണദാസിന് പകരം ഞാൻ കോടതിയിൽ ഹാജരായത് തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. മാപ്പ്? എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി പരസ്യമായിട്ട് അപമാനിച്ചവളാണ് നീ. ഞാൻ ഒരിക്കലും രാജേട്ടനെ അപമാനിക്കാൻ വിചാരിച്ചില്ല. ആത്മാർത്ഥതയുള്ള ഒരു അഡ്വക്കേറ്റ് അവര് ഏറ്റു നടത്തുന്ന കേസ് എങ്ങനെങ്കിലും വിജയിപ്പിക്കാൻ നോക്കില്ലേ? രാജേട്ടനും നിയമം പഠിച്ച ആളല്ലേ? കൂടുതൽ സംസാരിക്കണ്ട. നീ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഞാൻ ജയിച്ചതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്നെ ക്രൂരമായി തോൽപ്പിക്കാൻ നോക്കുകയാണോ? കുടുംബത്തെക്കുറിച്ച് നിനക്ക് വിചാരമുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണദാസിന്റെ കത്ത് കിട്ടിയപ്പോ എന്റെ അനുവാദം കൂടാതെ നീ കോടതിയിൽ വരുമായിരുന്നില്ല. ഒരു വക്കീലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി മറ്റൊരു വക്കീൽ ഹാജരാകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. ഭാര്യയെക്കുറിച്ചുള്ള പൂർവ്വകാല കഥകളെല്ലാം മനസ്സിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എടീ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കിട്ടിയതാണ്. പക്ഷെ ഇന്നും നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ കൃഷ്ണദാസാണ്. പഠിക്കുന്ന കാലത്ത് എനിക്കും കൃഷ്ണദാസിനും മാനസിക ബന്ധമുണ്ടായിരുന്നത് സത്യമാണ്. നമ്മുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും എന്നെ ഇങ്ങനെ കരുതിക്കൂട്ടി കുത്തി കാണിക്കുന്നത് മഹാപാപമാണ്. എല്ലാം എനിക്കറിയാം. പക്ഷേ ജീവിതത്തിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി മുന്നോട്ട് പോകാമെന്ന് നീ കരുതണ്ട. അത് ഇൻസ്പെക്ടർ രാജശേഖരന് കിട്ടൂല. രാജേട്ടാ, എനിക്ക് തൃപ്തിയായി. രാജേട്ടാ, തൃപ്തിയായി. നിനക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഒരു ഭീരുവാകാൻ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് പിരിയുന്നത്. മോനെ, നീ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ടോ? അച്ഛൻ എവിടെയാ പോന്നെ? സ്ഥലമാറ്റം കിട്ടിയോ? കിട്ടി മോനെ, നിന്റെ അമ്മയുടെ മനസ്സിൽ നിന്ന്. മോൻ അച്ഛനെ വേണോ അമ്മയെ വേണോ? എനിക്ക് രണ്ടുപേരും വേണം. അത് നടക്കില്ല മോൻ. മോൻ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ട് എങ്കിൽ വാ. അമ്മ എന്തിനാ കരയുന്നേ? അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കോളേജ് ദിനാഘോഷ പരിപാടിയിൽ ആധ്യക്ഷം വഹിക്കാൻ ഈ നാടിന്റെയും ഇവിടുത്തെ നീതിപീഠത്തിന്റെയും അഭിമാനഭാജനമായ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീമതി ലക്ഷ്മി എന്നെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് കം. Thank you. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവർകളെ, മാന്യ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. പക്ഷേ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രസംഗരൂപത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം പ്രസംഗം കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല. പ്രവൃത്തിയിലാണ് എനിക്ക് വിശ്വാസം. ആത്മാർത്ഥമായ പ്രവൃത്തി, അതാണ് ആവശ്യം. നിങ്ങളുടെ തൊഴിലിനോട് നിങ്ങൾ നീതി പുലർത്തുക. അത് മാത്രം മതിയാവും നിങ്ങൾ നന്നാകാനും ഈ നാട് നന്നാകാനും. എനിക്കിത്രയേ പറയാനുള്ളൂ.
അടുത്തത് ചാമ്പ്യൻഷിപ്പിനുള്ള സമ്മാനം. ഈ വർഷത്തെ കോളേജ് ചാമ്പ്യനായ മിസ്റ്റർ സതീഷിനെ സമ്മാനം സ്വീകരിക്കാനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തത് വനിതാ വിഭാഗം ചാമ്പ്യൻഷിപ്പ്. മിസ് ലില്ലി ജോൺ. കൺഗ്രാറ്റുലേഷൻ. കവിതാ പാരായണത്തോടുകൂടി കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ കോളേജിലെ യുവകവിയായ ശ്രീ വേണുവിനെ കവിത വായിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അമൃത സരസിലെ അരയന്നമേ നീ ഇതുവഴി എന്തിനു വന്നു? ശബ്ദം ഉണ്ടാക്കരുത് പ്ലീസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു അത്യാവശ്യ കാര്യമായി എനിക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ സ്ഥാനം ഒഴിയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അകം നിറഞ്ഞ നന്ദി. സുഹൃത്തുക്കളെ, മുൻകൂട്ടി അനുവാദം വാങ്ങാത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വേദിയിൽ തുടർന്ന് അധ്യക്ഷം വഹിക്കാൻ അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഒരാൾക്ക് പകരം മറ്റൊരാൾ സ്ഥാനാരോഹണം ചെയ്യേണ്ട ഗതികേട് ഇവിടെ മാത്രമല്ല ചരിത്രത്തിലും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പകരക്കാരനാകാൻ എനിക്കിഷ്ടമല്ല. ഇനി നിങ്ങളോടൊരു വാക്ക്. ഇവിടെ നടക്കാൻ പോകുന്നത് കലാപരിപാടിയാണ്. ഇതിനെ കലാപ പരിപാടി ആക്കരുത്. ഇതൊരു അപേക്ഷയാണ്. ഇനി തുടങ്ങാമല്ലോ. ആദ്യമായി മിസ്റ്റർ വേണുവിനെ കവിത വായിക്കാൻ ക്ഷണിച്ചുള്ളൂ. മിസ്റ്റർ വേണു. സാർ, എനിക്ക് പാടാനറിയില്ല. സുഹൃത്തുക്കളെ, വേണുവിന്റെ ഈ കവിത ഈ സ്റ്റേജിൽ പാടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ ശ്രീ കൃഷ്ണദാസിനെ ഞാൻ മാതൃകയാക്കും. വേണുവിന് പകരം ഞാൻ പാടാം. ഹലോ സിന്ധു, കൺഗ്രാറ്റുലേഷൻ. എന്തിനാ? ഇന്നലത്തെ ഫംഗ്ഷൻ പൊടി പിടിച്ചു. എല്ലാം സെക്രട്ടറിയുടെ വിടുക. അത് കൊള്ളാം. ബഹളം കൂട്ടി ഫംഗ്ഷൻ തകരാറാക്കിയ ശേഷം സെക്രട്ടറിക്ക് കൺഗ്രാറ്റുലേഷൻ.
എന്തിനാ രാജു ഇതൊക്കെ? ഏതായാലും രാജു ചെയ്തത് നന്നായില്ല. അത് എനിക്ക് കവിത ഇഷ്ടമല്ല, അതുകൊണ്ടാ. പക്ഷെ ഒരു സത്യം പറയാം, സിന്ധു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ ബഹളം ഉണ്ടാവില്ലായിരുന്നു. സിന്ധുവിന് കാര്യം മനസ്സിലായി കാണുമല്ലോ. സിന്ധു, സിന്ധുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ പാർട്ടി വരുന്നുണ്ട്. നോക്കി നോക്കി വെറുതെ കണ്ണ് വേദനിപ്പിക്കണ്ട. എന്താടാ സിന്ധുവിനെ നോട്ടമിടുന്ന വെറുതെയാ? അവൾ തന്റെ വലയിലൊന്നും വീഴില്ല. ഞാൻ നോട്ടമിട്ടാൽ വീഴാത്തതൊന്നും ഈ കോളേജിലില്ല. ഒന്ന് ചുമ്മാ ഇരിയാന്റെ ആശാനെ, അവൾ ആ കവി പുങ്കവന്റെ കാമുകിയാ. ആ വേണുവിന്റെയോ? അതെ, താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ആ വേണുവെ മരിക്കണം. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമ്പോഴേക്കും വേണു മരിച്ചിരിക്കും. സതീഷിനെ കാണുന്ന വിചാരിച്ചിരിക്കായിരുന്നു. സതീഷിന് പാടാനും അറിയല്ലേ? പാട്ട് മനോഹരമായി. തനി യേശുദാസിന്റെ ശബ്ദം. കൺഗ്രാറ്റുലേഷൻസ്. പാട്ടുകാരനെയാണോ കൺഗ്രാലേറ്റ് ചെയ്യേണ്ടത്? അതെഴുതിയ കവിയല്ലേ? സതീഷ് പാടിയപ്പോ കവിതയ്ക്ക് കൂടുതൽ തിളക്കം കിട്ടി. ഇറ്റ് വാസ് സൂപ്പർ. പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സതീഷ് ഒരു പാട്ട് ഡോക്ടർ ആക്കരുത്. എനിവേ താങ്ക്സ് ലോട്ട്. ബൈ ബൈ. നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് എന്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? അടുത്ത ആഴ്ച. ഓ, എല്ലാവരും വരുന്നില്ലേ? എല്ലാവരും വരണമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, നീയോ? എന്ത് വേണം? എന്റെ സിന്ധുവിനോട് എനിക്ക് സംസാരിക്കണം. You fool, get out. ഞാൻ പോവാം. അതിനു മുൻപ് എന്റെ സിന്ധുവിനോട് രണ്ട് വാക്ക്. ഇറങ്ങി പോകുന്നോ അതോ ഇറങ്ങി വിടുന്നോ? Get out. പോയെ എന്റെ സിന്ധു. Mr. Raju, you are drunk. Get out. You get out, I say. Get out.
സതീഷ്, രാജു ഒരു പെണ്ണിന്റെ വീട്ടിൽ കയറി ബേളം ഉണ്ടാക്കി. നാട്ടുകാരെല്ലാം കൂടി അവനെ കയറി തല്ലുന്നു. വേഗം വാ, അവൻ രക്ഷപ്പെടാം. വാ, വാ, വാ. നിങ്ങൾ ഇനിയും അറിവില്ലാതെ ചെയ്തു പോയതാണ്. നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളും കുടിക്കാറുണ്ട് സാറേ, പക്ഷേ ഇതുപോലെ നാരത്തരം കാണിക്കാറില്ല. ദയവായി നിങ്ങൾ ക്ഷമിക്കണം. ഈ സംഭവത്തിൽ ഞങ്ങൾക്കെല്ലാം ലജ്ജയുണ്ട്. ഇയാൾക്കെതിരെ വേണ്ട നടപടികൾ ഞങ്ങൾ കോളേജിൽ നിന്ന് എടുത്തോളാം. എന്താ അതുപോലെ? മതി മതി. വരടാ. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാരമ്പര്യത്തിനും മഹത്തായ തൊഴിലിനും താൻ കളങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനർഹമായ ശിക്ഷ തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ്. പക്ഷേ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്യാൻ സാറിന് അധികാരമില്ല. വാട്ട്? സാറേ, ഈ സംഭവം കോളേജ് ക്യാമ്പസ് വെച്ച് നടന്നല്ല. മെഡിക്കൽ ക്യാമ്പ് വെച്ച് നടന്നല്ലേ? ക്യാമ്പ് എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അധികം സംസാരിക്കണ്ട, തനിക്ക് പോകാം. സാർ, യു ക്യാൻ ഗോ. എടോ, മിനിസ്റ്റർ താഴെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ നീയൊക്കെ സമ്മതിക്കില്ല. ശരി, വൈകിട്ട് കാണാം. രാജിയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഐ ജിയോട് ഇന്ന് കാലത്ത് സംസാരിച്ചത്. എന്താ വിശേഷം? പിന്നെ നിങ്ങളുടെ ആ പുതിയ എസ് ഐ ഉണ്ടല്ലോ, എന്റെ മകനെ കാണണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യമായി ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു. ഒരു ക്രിമിനൽ പുള്ളിയെ കയ്യിൽ കിട്ടുന്നവരെ അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയല്ലേ? ആയിരിക്കാം. പക്ഷേ ആളും തരവും മനസ്സിലാക്കാതെ ഡ്യൂട്ടി നോക്കുന്നതുകൊണ്ടാണ് ചിലപ്പോ ഇവരെ പോലെയുള്ളവരൊക്കെ തൊപ്പി ഒഴിവിച്ച് വീട്ടിൽ പോയിരിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ല. നിങ്ങളൊക്കെ ക്രമസമാധാനം പാലിക്കാനാണോ ഈ വേഷമിട്ടിരിക്കുന്നത്, അതോ മാന്യമായി ജീവിക്കുന്നവരെ ആക്ഷേപിക്കാനോ? മക്കൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ആക്ഷേപം ചിലപ്പോ രക്ഷകർത്താക്കൾക്കും ഉണ്ടായെന്ന് വരും. രാജശേഖരൻ, അത്താഴപ്പട്ടിണി കിടക്കുന്ന ചില പിള്ളേര് കോളേജിൽ പഠിക്കുന്നുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ എന്റെ മകനെ കണക്കാക്കരുത്. ഇനി അഥവാ അവൻ വല്ല കുഴപ്പവും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓർത്ത് ക്ഷമിക്കാമായിരുന്നല്ലോ. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ എസ് ഐയുടെ പുറകെ നിങ്ങൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ നരേന്ദ്രൻ, നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് നിങ്ങളുടെ മകന്റെ പേരുള്ള കേസ്. അവൻ ചെറുപ്പമല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചതും വരാം. എന്നാൽ പോലീസ് അവനെ കസ്റ്റഡിയിൽ എടുത്തെന്നും വരും. ആരും ഒന്നും എടുക്കണ്ട. വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. നിർത്തണം മനുഷ്യർ. താന്റെ ഒരു വകുപ്പ് മന്ത്രി. തന്നെ പോലെ പല ഇത്തിൽ കന്നികളെയും ഞാൻ ഈ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? താനൊരു രക്ഷകർത്താവാണെന്ന് പറയുന്ന നാണക്കേടാണ്. തന്റെ മകൻ ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ്. അവന്റെ ഭാവി താൻ തന്നെ നശിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതല്ല, ഞാൻ നോക്കിക്കോളാം. എന്നാൽ താൻ മറ്റൊന്നുകൂടി മനസ്സിലാക്കിക്കോ. 24 മണിക്കൂറിനകം തന്റെ മകനെ സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ പകരം തന്റെ കയ്യിലായിരിക്കും വിലങ്ങ് വീഴുന്നത്. ഓർമ്മിച്ചോ? എന്റെ കയ്യിൽ വിലങ്ങോ? അതെ. മിസ്റ്റർ, നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ എനിക്കൊരു ട്രങ്ക് കാൾ മതി. തന്റെ താമസം ഇവിടുന്ന് ലോക്കപ്പിലേക്ക് മാറ്റിക്കാൻ എനിക്കൊരു ലോക്കൽ കാൾ മതി.